ഗംഗാനദിയുടെ തീരത്ത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെ ബാബു എന്ന പേരുള്ള ചെറുക്കൻ അവന്റെ പ്രായമായ അമ്മയുടെ ഒപ്പം താമസിക്കുമായിരുന്നു. ബാബുവിന് കുസൃതി മാത്രമല്ല, ഒപ്പം അത്യാഗ്രഹവും ഉണ്ടായിരുന്നു. ബാബു, നീ അറിഞ്ഞോ, കഞ്ചന്റെ അച്ഛൻ പുതിയ സൈക്കിൾ മേടിച്ചു. പുതിയ സൈക്കിളോ? എന്നാ പിന്നെ അത് ഓടിച്ചേ പറ്റൂ. ബാബു അവിടുന്ന് ഓടി നേരെ കഞ്ചന്റെ വീട്ടിലേക്ക് പോയി. അവൻ നോക്കിയപ്പം സൈക്കിൾ വീടിന്റെ മുറ്റത്ത് തന്നെ ഉണ്ട്. എന്നിട്ട് കഞ്ചൻ നിലത്തിരുന്ന് പച്ചക്കറികൾ മുറിക്കുന്നുണ്ടായിരുന്നു. ബാബു വലിയൊരു തൊട്ടിക്കകത്ത് വെള്ളം നിറച്ച് കഞ്ചന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ച് ആ തൊട്ടി അവളുടെ തലയിൽ വെച്ചു. ആരാ ഇത്? ആരാന്ന് ചോദിച്ചത് കേട്ടില്ലേ? ആരാ ഇത്? കഞ്ചൻ ഒരുപാട് പ്രയാസപ്പെട്ടാണ് തൊട്ടി തലേന്നൂരിയത്. അവള് നോക്കിയപ്പം അവിടെ ഒന്നും സൈക്കിള് കാണുന്നില്ല. അല്ല, സൈക്കിള് കാണുന്നില്ലല്ലോ. അച്ഛനൊന്ന് പുറത്തു വാ, സൈക്കിൾ ആരാണ്ട് മോഷ്ടിച്ചു. സൈക്കിൾ ഓടിച്ചോണ്ട് ബാബു അവന്റെ വീട്ടിലെത്തി. ഇത് കണ്ടില്ലേ അമ്മേ, കഞ്ചന്റെ അച്ഛൻ പുതിയ സൈക്കിൾ മേടിച്ചത് ഞാൻ മോഷ്ടിച്ചു. നീ ചെയ്തത് തെറ്റാ മോനെ. ഇപ്പൊ തന്നെ കഞ്ചന്റെ വീട്ടിൽ പോയി ആ സൈക്കിൾ അവർക്ക് തിരിച്ചു കൊടുക്ക്. മറ്റുള്ളവരുടെ സാധനം കാണുമ്പോ മനസ്സിൽ അത്യാഗ്രഹം പാടില്ലെന്ന് ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടില്ലേടാ? അത് മനസ്സിലായിട്ടില്ലേ? നാളെ നിന്നെ കാണാൻ പെണ്ണിന്റെ വീട്ടുകാര് വരുന്നുണ്ട്. നാട്ടുകാരാരെങ്കിലും നിന്നെ കുറിച്ച് അവരോട് പരാതി പറഞ്ഞാ പിന്നെ ഞാൻ എന്താണ് അവരോട് പറയാൻ പോകുന്നേ? ബാബുവിന്റെ വിവാഹം നടന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവന്റെ അമ്മ മരിച്ചുപോയി. അതെ, നിങ്ങൾ ഈ നാട് മുഴുവനും വെറുതെ വായി നോക്കി നടന്നാ പിന്നെ എങ്ങനെയാ? വീട്ടിലെ ചെലവൊക്കെ ആര് നോക്കും? കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞാ പിന്നെ ആ ചെലവ് നോക്കണ്ടേ? ഞാൻ നിങ്ങൾക്ക് എന്റെ ഒരു വള തരാം. അതിനെ നിങ്ങൾ വിറ്റ്, ഒന്നും കിട്ടിയില്ലെങ്കിൽ കപ്പലണ്ടിയെങ്കിലും വാങ്ങീര്, എന്നിട്ട് അതിനെ വിറ്റാ മതി. വീടിന്റെയും കുടുംബത്തിന്റെയും ഉത്തരവാദിത്വം വരുമ്പം എത്രയ്ക്ക് മോശപ്പെട്ട ആളായാലും മാറും എന്നാ പറയുന്നേ. ഭാര്യ നിർബന്ധിച്ചപ്പോ ബാബുവിന് ജോലിക്ക് പോകേണ്ടി വന്നു. അവൻ കുറച്ച് കപ്പലണ്ടി വാങ്ങി ഓരോ തെരുവിലും കേറി ഇറങ്ങി അത് വിൽക്കാൻ തുടങ്ങി. കപ്പലണ്ടി ഉണ്ടേ, നല്ല ചൂട് കപ്പലണ്ടി. കപ്പലണ്ടി ഉണ്ടേ, നല്ല ചൂടുള്ള കപ്പലണ്ടി. 10 രൂപയ്ക്ക് 100 ഗ്രാം. ഗ്രാമത്തിൽ കപ്പലണ്ടി വിൽക്കാൻ ആരും വരാറില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ബാബുവിന്റെ കപ്പലണ്ടി വിൽപ്പന നന്നായിട്ട് മെച്ചപ്പെട്ടു. സുനേന, ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി വള മേടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ നിങ്ങൾ എന്തിനാ വെറുതെ പണം ചെലവാക്കിയേ? കുറച്ചു പണമൊക്കെ നമ്മുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണ്ടേ? കുറച്ചു ദിവസം കഴിഞ്ഞ് ഗ്രാമത്തില് പയറ് വിൽക്കാൻ ഒരാൾ വന്നു. പക്ഷെ ബാബുവിന്റെ കപ്പലണ്ടി വിൽപ്പനയ്ക്ക് അതൊരു പ്രശ്നമല്ലായിരുന്നു. പക്ഷെ ബാബു പയർ വിൽക്കുന്ന ആളുടെ അരികില് ആൾക്കൂട്ടം നിൽക്കുന്ന കാണുമ്പോ അയാൾക്ക് ഒരുപാട് അസൂയ തോന്നുമായിരുന്നു. ഞാൻ ഇവിടെ കപ്പലണ്ടി വിൽക്കാൻ തുടങ്ങിയപ്പം മറ്റു ചില പേർ സാധനങ്ങൾ വിൽക്കാൻ ഇവിടെ വന്നു. ഇപ്പൊ കടല വിൽക്കാനും ആൾക്കാരെത്തി. സാധനങ്ങൾ വിൽക്കാൻ ഇവിടെ ഒരാളുടെ പേര് മാത്രമേ എല്ലാരും അറിയാൻ പാടുള്ളൂ. കപ്പലണ്ടി വിൽക്കുന്ന ബാബു. എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന പണം കപ്പലണ്ടി വിൽക്കുന്ന ബാബുവിന്റെ കയ്യിൽ തന്നെ വരണം. ഒരു ദിവസം പയറ് വിൽക്കുന്ന ആള് കൊട്ട താഴെ വെച്ചിട്ട് മൂത്രം ഒഴിക്കാൻ പോയി. ബാബു അവന്റെ കൊട്ടയിലുള്ള കുറച്ച് കപ്പലണ്ടി എടുത്ത് അവന്റെ കൊട്ടയിലെടുത്തു വെച്ചു. പയറ് വിൽക്കുന്ന ആള് തിരിച്ചവിടെ എത്തിയപ്പോ ബാബു നിലവിളിക്കാൻ തുടങ്ങി. എല്ലാവരും ഓടിവായോ നാട്ടുകാരെ, കള്ളൻ കള്ളൻ. നാട്ടുകാരെ, കടലിൽ വിൽക്കുന്ന ആള് കള്ളനാണ്. എന്റെ അടുത്തുള്ള കപ്പലണ്ടി മോഷ്ടിച്ച് അയാളെ പയറിന്റെ കൂടെ വെച്ചു. കണ്ടില്ലേ? ഇന്ന് അയാൾ എന്റെ കപ്പലണ്ടി മോഷ്ടിച്ചു. നാളെ അയാൾ നിങ്ങളുടെ വീട്ടിൽ കയറി എന്തെങ്കിലും മോഷ്ടിക്കില്ലേ? തല്ല അയാളെ. ബാബു പറഞ്ഞ നുണയെല്ലാം ആൾക്കാര് വിശ്വസിച്ചു. എന്നിട്ട് പയർ വിൽക്കുന്ന ആളെ ഒരുപാട് തല്ലി. മര്യാദയ്ക്ക് ഗ്രാമത്തിൽ നിന്ന് പോയിക്കോണം. ഇനി ഒരിക്കലും നീ ഇവിടെ കാലുകുത്താൻ പാടില്ല. പയർ വിൽക്കുന്ന ആളെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ ബാബുവിന് സന്തോഷം തോന്നി. എന്റെ ബുദ്ധി ശരിക്കും അപാരം തന്നെ. എത്ര ബുദ്ധിപൂർവമാണ് ആ കടല വിൽക്കുന്ന ആളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. മനുഷ്യന്റെ കയ്യില് ഒരുപാട് പണം വരുമ്പം അയാളുടെ ചെലവും അതുപോലെ തന്നെ ഇരിക്കും. ഒരു ദിവസം ബാബു അവന്റെ ഭാര്യയോട് പറഞ്ഞു, സുനേന, നിനക്കറിയാവുന്നതല്ലേ, നമ്മുടെ അടുത്തുള്ള മീന ബസാറില് നല്ല ഭംഗിയുള്ള തുണികളുണ്ട്. വാ, നമുക്ക് തുണി മേടിക്കാൻ ഇന്ന് അങ്ങോട്ട് പോകാം. ബാബു അവന്റെ ഭാര്യയോടൊപ്പം തുണി മേടിച്ച് തിരിച്ചു വരുമ്പോ വഴി വെച്ച് ബാബുവിന്റെ ഭാര്യയുടെ കാലിൽ ഒരു പാമ്പ് കടിച്ച് ഓടിപ്പോയി. കുറച്ചു നേരത്തിന് ശേഷം ബാബുവിന്റെ ഭാര്യയില് വിഷത്തിന്റെ പ്രഭാവം കാണാൻ തുടങ്ങി. അയ്യോ, ആരെങ്കിലും എന്റെ ഭാര്യയെ രക്ഷിക്ക്. എന്റെ ഭാര്യയുടെ കാലിൽ ഒരു പാമ്പ് കടിച്ചു. ആരെങ്കിലും ഓടി വന്ന് എന്നെ ഒന്ന് സഹായിക്ക്. അപ്പോഴാണ് അവിടെ ഒരാൾ എത്തുന്നത്. പാമ്പ് കടിച്ച അതിനുള്ള ചികിത്സ അറിയുന്ന ആളായിരുന്നു അയാൾ. ആ മനുഷ്യൻ ബാബുവിന്റെ ഭാര്യയ്ക്ക് ഒരു പച്ചമരുന്ന് കൊടുത്തു. സഹായിച്ച മനുഷ്യൻ ആരാന്ന് ബാബു തിരിഞ്ഞു നോക്കിയപ്പോ അവൻ ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതാ പയർ വിൽക്കുന്ന ആളായിരുന്നു.
ഇയാളെയാണ് ബാബു കുറച്ചു ദിവസം മുമ്പ് നാട്ടുകാരെല്ലാം ചേർന്ന് തല്ലി പുറത്താക്കിയത്. ബാബു അയാളുടെ കാല് പിടിച്ചു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളോട് ചെയ്തത് വലിയൊരു തെറ്റാണ്. എന്നിട്ടും നിങ്ങൾ എന്റെ ഭാര്യയെ രക്ഷിച്ചു. നിങ്ങൾ എനിക്ക് ചെയ്ത വലിയൊരു ഉപകാരമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കാം. നിങ്ങൾ എന്നോട് ചെയ്തത് ഞാൻ എപ്പോഴും മറന്നു. നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾക്ക് തന്നെ ശിക്ഷ കിട്ടി. നിങ്ങൾ എന്നോട് ചെയ്ത തെറ്റ് വേറെ ഒരാളുടെ അടുത്ത് ചെയ്യല്ലേ. നിങ്ങൾ അത് ചെയ്താൽ മാത്രം മതി. അയാളുടെ മനസ്സിലെ ദയ കണ്ടപ്പം ബാബു ചെയ്ത തെറ്റിന് അവന് പശ്ചാത്താപം തോന്നി. ബാബു അന്ന് തീരുമാനമെടുത്തു, ഇനി ജീവിതത്തിൽ ഒരിക്കലും മനസ്സിൽ അത്യാഗ്രഹവും അസൂയയും വയ്ക്കില്ലെന്ന്. രാധാപൂർ എന്നൊരു ഗ്രാമത്തില് മുറാരി എന്ന പേരുള്ള പാലുകാരൻ അയാളുടെ ഭാര്യയും മകനോടൊപ്പം താമസിക്കുമായിരുന്നു. തൊട്ടടുത്ത് തന്നെ മുറാരിയുടെ ഏട്ടനും ഏട്ടത്തിയുടെ വീടുണ്ടായിരുന്നു. അവർക്കും ഒരു മകനുണ്ടായിരുന്നു, പേര് മോഹൻ. ഒരു ദിവസം പുലർച്ചയ്ക്ക് മുറാരിയുടെ ഏട്ടത്തി അവരുടെ വീട്ടിലേക്ക് വന്നു. മുറാരി, നിങ്ങളുടെ മകൻ എന്റെ മകന്റെ അടുത്തുനിന്ന് 2000 രൂപ തട്ടിയെടുത്തു. അവന്റെ കയ്യിൽ നിന്ന് പണം തിരിച്ചു മേടിച്ചതാ. വല്യമ്മ എന്തായി പറയുന്നേ? നീ മോഹന്റെ കയ്യിൽ നിന്ന് 2000 രൂപ തട്ടിയെടുത്തോ? അച്ഛാ, 2 ദിവസം മുമ്പേ മോഹൻ എന്റെ ബാഗ് തട്ടിയെടുത്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തത്. മര്യാദയ്ക്ക് പണം തിരിച്ചു കൊടുക്ക്. വീട്ടിനകത്ത് വെറുതെ ഇരുന്ന് നിന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. നാളെ തൊട്ട് നീ എന്നോടൊപ്പം പാല് വിൽക്കാൻ വരും. മുരാരി അയാളുടെ മകനെ സ്ഥിരമായി പാല് മേടിക്കുന്ന ആൾക്കാരുടെ വീട് കാണിച്ചു കൊടുത്തു. നീ എല്ലാവരുടെയും വീട് കണ്ടല്ലോ. ഇനി ഞാൻ പാടത്തെ പണിയെല്ലാം നോക്കിക്കോളാം. പാല് കൊണ്ടുപോയി കൊടുക്കുന്ന പണി നീ ചെയ്തോ. പിന്നെ ഒരു കാര്യം നീ ശ്രദ്ധിച്ചു കേക്ക്. ഇന്ന് വരെ ഞാൻ ഈ പാലില് വെള്ളം ചേർക്കുകയോ അതോ വേറെ മായം ചേർക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആൾക്കാരുടെ ഇടയിൽ എനിക്ക് നല്ല പേരുണ്ട്. എന്റെ അടുത്തുനിന്ന് മാത്രമേ അവര് പാല് വാങ്ങിക്കൂ. ഈ ആത്മാർത്ഥതയും ശ്രദ്ധയും നീയും പാലിക്കണം. ശിവ കുറച്ചു ദിവസം ആത്മാർത്ഥതയോടെ പാല് വിറ്റു. പക്ഷേ അവൻ നോക്കിയപ്പം മറ്റേ പാലുകാര് പാലിനകത്ത് വെള്ളം ചേർത്ത് ഒരുപാട് ലാഭമാണ് ഉണ്ടാക്കുന്നത്. ഈ അച്ഛന് ആൾക്കാരെ പറ്റിക്കാൻ അറിഞ്ഞൂടാ. എത്ര നിസ്സാരമായിട്ടാണ് 1 ലിറ്റർ പാലില് വെള്ളം ചേർത്ത് അതിന് 2 ലിറ്റർ ആക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇരട്ടി ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. ശിവ എന്നും രാവിലെ അച്ഛന്റെ അടുത്തുനിന്ന് ശുദ്ധമായ പാലും കൊണ്ടാണ് പോകുന്നത്. പക്ഷേ വഴി വെച്ച് ആ പാലിൽ അവന് വെള്ളം ചേർക്കും. ശിവയുടെ വല്യമ്മയുടെ മകൻ മോഹൻ ചന്തയിൽ ഒരു ദിവസം തിരിച്ചു വരുമ്പോൾ ശിവ വിൽക്കാനുള്ള പാലിനകത്ത് വെള്ളം ഒഴിക്കുന്നതാണ് കണ്ടത്. അവൻ പെട്ടെന്ന് ശിവ പാലിനകത്ത് വെള്ളം ഒഴിക്കുന്ന വീഡിയോ എടുത്തു. എന്നിട്ട് ശിവയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. നീ പാലിനകത്ത് വെള്ളം ചേർക്കുന്നതിന്റെ വീഡിയോ ഞാൻ എടുത്തു. ഇനി നീ മര്യാദയ്ക്ക് എനിക്ക് എല്ലാ മാസവും 2000 രൂപ തരണം. ഇനി ഏതെങ്കിലും ഒരു മാസം പണം എന്റെ കയ്യിൽ വന്നില്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ നിന്റെ അച്ഛനെ ആയിരിക്കും കാണിക്കുന്നത്. ശിവ പേടിച്ചു പോയി. എന്ത് ചെയ്തിട്ടാണെങ്കിലും ശിവ എല്ലാ മാസം മോഹന് 2000 രൂപ കൊടുക്കും. 2000 രൂപ കൊടുത്തെന്ന് വെച്ച് എനിക്കൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല. ഇനി ഞാൻ 1 ലിറ്റർ പാലില് 1.5 ലിറ്റർ വെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. മോഹൻ അവന്റെ അമ്മയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. മോനെ, നീ എന്തിനാണ് 2000 രൂപ ചോദിക്കുന്നത്? പാല് വിൽപ്പനയിൽ നല്ല ലാഭമുണ്ട്. നീ 7000 രൂപയെങ്കിലും ചോദിക്ക്. അതെ ശിവ, അടുത്ത മാസം തൊട്ട് നീ എല്ലാ മാസവും എനിക്ക് 7000 രൂപ അയക്ക്. ഇല്ലെങ്കിൽ നിന്റെ ആ വീഡിയോ ഞാൻ നിന്റെ അച്ഛനെ കാണിക്കും. എന്റെ ദൈവമേ, ഈ മോഹന്റെ ഡിമാൻഡ് ഓരോ ദിവസം കൂടി വരുന്നുണ്ടല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ശിവയുടെ കുട്ടിക്കാലത്തെ കൂട്ടുകാരി പിങ്കി അവനെ കണ്ടുമുട്ടുന്നത്. എന്തു പറ്റി ശിവ? എന്തു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു? അത് പിന്നെ ഒന്നുമില്ല. ഞാനിവിടെ വെറുതെ. അത് പിന്നെ ഞാൻ നിന്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരിയല്ലേ? എന്തിനാ എന്നോട് ഒളിപ്പിക്കുന്നത്? ശിവ പിങ്കിയോട് കാര്യമെല്ലാം തുറന്നു പറയുന്നു. നീ ഇപ്പൊ തന്നെ വീട്ടിൽ പോയി കാര്യമെല്ലാം അച്ഛനോട് തുറന്നു പറഞ്ഞാ മതി. ഇല്ല, അത് ശരിയാവില്ല. അച്ഛൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇനി എത്ര കാലം മോഹൻ ഇങ്ങനെ പണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്തെങ്കിലും ഒരു പദ്ധതി കണ്ടുപിടിച്ചോളാം. കെമിക്കൽ ഉപയോഗിച്ച് പാലുണ്ടാക്കുന്ന ഒരു പാലുകാരനെ ശിവയ്ക്ക് പരിചയമുണ്ടായിരുന്നു. ശിവ ആ പാലുകാരന്റെ അരികിൽ ചെന്ന് പറഞ്ഞു,
നിങ്ങൾക്ക് കെമിക്കൽ ഉപയോഗിച്ച് പാലെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ചു തരാമോ? ശിവ കെമിക്കൽ ഉപയോഗിച്ച് കള്ളപ്പാൽ ഉണ്ടാക്കാൻ പഠിച്ചുപോയി. മോഹന് കൊടുക്കാനുള്ള പണം കൊടുത്തതിനു ശേഷവും അവന് നല്ല ലാഭം ഉണ്ടാകുന്നുണ്ടായിരുന്നു. എല്ലാ മാസവും ശിവ എന്തെങ്കിലും ഒരു വിലപിടിപ്പുള്ള വസ്തു വാങ്ങിക്കൊണ്ടുവരുമായിരുന്നു. ഇതെന്താ ശിവ, നീ പിന്നെ ഒരു ടി.വി മേടിച്ചോ? കഴിഞ്ഞ മാസം തന്നെയല്ലേ നീ പുതിയൊരു ടി.വി മേടിച്ചത്? അത് വെറും സാധാരണ ടി.വി ആയിരുന്നു. ഇതൊരു സ്മാർട്ട് ടി.വി ആണ്. ഞാൻ ഒരുപാട് പരിശ്രമിക്കുന്നതല്ലേ. അതുകൊണ്ട് നമ്മുടെ അടുത്തുനിന്ന് പാല് മേടിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപാട് കൂടി. അങ്ങനെ ലാഭം ഉണ്ടാക്കാനും കഴിയുന്നു. ശിവ പറഞ്ഞതെല്ലാം മുരാരി വിശ്വസിച്ചു. ഒരു ദിവസം മുരാരി പാടത്തിടാൻ കീടനാശിനി മേടിക്കാൻ ചന്തയിൽ പോയപ്പോൾ അയാളുടെ അടുത്തുനിന്ന് സ്ഥിരമായി പാല് മേടിക്കുന്ന ഒരാളെ കണ്ടു. വേറെ എന്തൊക്കെയുണ്ട് രാംപ്രതാപേട്ട? പാലില് കുറവൊന്നുമില്ലല്ലോ. നിങ്ങളുടെ അവിടുത്തെ പാല് വളരെ മോശമാണ്. പാല് കുടിച്ചത് കൊണ്ട് എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. നിങ്ങൾ പാല് കൊണ്ടുവന്നിടത്തോളം കാലം പാലിന് ഒരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ മകനാണെങ്കിലോ പാലില് ഒരുപാട് മായം ചേർക്കുന്നുണ്ട്. അടുത്ത മാസം തൊട്ട് നിങ്ങളുടെ അവിടുത്തെ പാല് ഞാൻ നിർത്താൻ പോകുവാണ്. ഇന്ന് തന്നെ ഞാൻ ശിവയോട് ഈ കാര്യം ചോദിക്കുന്നുണ്ട്. അവിടെ മോഹൻ ശിവയുടെ അടുത്തുനിന്ന് ഇനിയും പണം തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇനി നീ എല്ലാ മാസവും എനിക്ക് 15,000 രൂപ തരും. ഇത്രയും പണം എനിക്ക് തരാൻ കഴിയില്ല. നിങ്ങൾ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. പണം തരാൻ കഴിയില്ലേ? എന്നാ ശരി, ഞാൻ നിന്റെ വീട്ടിൽ ചെന്ന് അച്ഛനോട് എല്ലാ കാര്യം തുറന്നു പറയാം. ദേഷ്യപ്പെട്ട മോഹൻ വീഡിയോ മുരാരിയെ കാണിച്ചു. അന്ന് രാത്രി ശിവ പേടിച്ച് വളരെ വൈകിയാണ് വീട്ടിലെത്തിയത്. നീ ചെയ്യുന്ന കള്ളത്തരം ഞാൻ അറിഞ്ഞു. ശിവ അവന്റെ അച്ഛന്റെ മുമ്പില് കൊച്ചുകുട്ടികളെ പോലെ കരഞ്ഞു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അച്ഛാ. ഞാനും നിങ്ങളെ പോലെ സത്യസന്ധനും ആത്മാർത്ഥതയുള്ള ആളായാ മതിയായിരുന്നു. ആയിരുന്നെങ്കിൽ മോഹൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നില്ലായിരുന്നു. എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നാണം കെടേണ്ടി വരത്തില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം അച്ഛാ. മറ്റേ പാലുകാരി ചതിച്ച് പണം ഉണ്ടാക്കുന്ന കണ്ടപ്പം മനസ്സിലെ അത്യാഗ്രഹം കൂടി. എന്ത് ചെയ്തിട്ടാണെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു പണക്കാരനാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മോനെ, ഈ ലോകത്ത് സത്യസന്ധനായി ആത്മാർത്ഥതയുടെ വഴിയിൽ നടക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷെ ആൾക്കാരെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. ആൾക്കാരെ പറ്റിച്ച് പണിയെടുത്താൽ ചിലപ്പം കുറച്ച് പണം കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ ആത്മസമ്മാനവും മനസ്സിലെ സന്തോഷം രണ്ടും നേടാൻ കഴിയില്ല. ചെയ്ത തെറ്റിന് ശിവ ഒരുപാട് പശ്ചാത്തപിച്ചു. ഇനി ഒരിക്കലും പാലില് മായം ചേർക്കില്ലെന്ന് അവൻ തീരുമാനിച്ചു. എന്നിട്ട് അവന്റെ അച്ഛനെ പോലെ ആത്മാർത്ഥതയും സത്യസന്ധനായിട്ട് ജീവിതം നയിക്കും. അബ്ദുൾ ഒരു നല്ല പാചകക്കാരനായിരുന്നു. അയാൾക്ക് സുൽത്താൻ മിയയുടെ ഹോട്ടലിൽ തന്തൂരി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. എനിക്കൊരു തന്തൂരി പാർസലാക്കൂ. ഇപ്പൊ തരാം. അബ്ദുള്ളക്ക, നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന തന്തൂരി സൂപ്പറാണ്. ഞാൻ പല ഹോട്ടലുകളിലും തന്തൂരി കഴിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈപുണ്യം വേറെ ആർക്കും ഞാൻ കണ്ടിട്ടേയില്ല. നന്ദി. എന്റെ തന്തൂരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എനിക്കത് കേട്ടാൽ മതി. അബ്ദുൾ വർഷങ്ങളായി ആ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങളില്ലാതെ എല്ലാം നടന്നുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ദിവസം സുൽത്താൻ മിയയുടെ മകൻ അഫ്സൽ ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുത്തു. സാർ, നിങ്ങളുടെ ഹോട്ടലിലെ തന്തൂരി സൂപ്പറാണ്. ആ എനിക്കറിയാം. പല കസ്റ്റമേഴ്സും അബ്ദുള്ളയുടെ തന്തൂരിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അബ്ദുൾ സന്തോഷിച്ചു. അഫ്സലിന്റെ മനസ്സിലുണ്ടായിരുന്ന കണക്കുകൂട്ടലുകളെ കുറിച്ച് അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തന്തൂരി കൗണ്ടർ വലുതാക്കണമെന്ന് അഫ്സൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെയും ചില പാചകക്കാരെ അവിടെ നിയമിക്കണം എന്നും. അബ്ദുള്ളക്ക, നിങ്ങൾ വേറെയും 1-2 പേർക്ക് നിങ്ങളെ പോലെ തന്തൂരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്തൂരി കൗണ്ടർ വലുതാക്കാൻ പോവുകയാണ്. അപ്പോഴേ എനിക്ക് നിറയെ ഓർഡർ വരികയുള്ളൂ. തീർച്ചയായും ഞാൻ എല്ലാ പാചകക്കാരനും പറഞ്ഞു കൊടുക്കാം. അത് കേട്ട് അഫ്സൽ സന്തോഷിച്ചു. കുറച്ചു ദിവസത്തിനു ശേഷം തന്തൂരി കൗണ്ടർ വലുതായി. വേറെയും 2 പാചകക്കാരെ കൗണ്ടറിൽ നിയമിച്ചു, അൽതാഫും അർബാസും. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം. എന്നെ പോലെ നന്നായി തന്തൂരി ഉണ്ടാക്കിയാൽ കസ്റ്റമേഴ്സ് നിങ്ങളെയും അഭിനന്ദിക്കും. അബ്ദുൾ 2 പേർക്കും തന്തൂരി രുചിയായിട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. ചില ദിവസങ്ങൾക്കകം അവർ 2 പേരും തന്തൂരി നന്നായിട്ടുണ്ടാക്കാൻ പഠിച്ചു. എനിക്ക് വിശ്വാസമുണ്ട്, പകലിൽ ഈ ഹോട്ടലിൽ 2 മടങ്ങും രാത്രിയിൽ 4 മടങ്ങും ബിസിനസ് നടത്തും. നിങ്ങളുടെ വാക്ക് ബലിക്കട്ടെ അബ്ദുള്ളക്ക. അബ്ദുൾ നല്ല മനസ്സോടെ പുതിയ 2 പേർക്കും തന്തൂരി ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അഫ്സൽ വളരെ തന്ത്രശാലിയായിരുന്നു. അവന്റെ മനസ്സിൽ പണം ഉണ്ടാക്കണമെന്ന വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ.
അതുകൊണ്ട് അവൻ ഒരു പുതിയ പോൾട്രിക്കാരനുമായി കച്ചവടം സംസാരിച്ചു. ആ പോൾട്രിക്കാരൻ ചത്തുപോയ കോഴികളെ കുറഞ്ഞ വിലയ്ക്ക് അഫ്സലിന് വിറ്റുകൊണ്ടിരുന്നു. അങ്ങനെ അഫ്സലിന്റെ വ്യാപാരം വർദ്ധിച്ചു. തന്തൂരി കൗണ്ടർ വലുതായതുകൊണ്ട് കസ്റ്റമേഴ്സും കൂടുതൽ വരാൻ തുടങ്ങി. എല്ലാം നന്നായി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അബ്ദുൾ പകലും രാത്രിയും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹോട്ടലിന്റെ ഉടമ സുൽത്താൻ അവിടേക്ക് വന്നു. മോനെ അഫ്സലെ, ഹോട്ടൽ എങ്ങനെ നടക്കുന്നു? നന്നായി നടക്കുന്നുണ്ട്. അതുപോട്ടെ, നീ കോഴി വാങ്ങുന്ന സ്ഥലം മാറ്റി എന്നാണല്ലോ കേട്ടത്. അതെ വാപ്പ, ഈ പുതിയ കോഴിക്കടക്കാരൻ കുറഞ്ഞ വിലയിൽ കോഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെയോ? അതെങ്ങനെ? കാരണം അതെല്ലാം ചത്തുപോയ കോഴികളാണ് വാപ്പ. എന്റെ അള്ളാ, നീ എന്തിനാ ഈ അന്യായം ചെയ്യുന്നത്? ഇത് പാവമാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കൊടുക്കുന്ന തന്തൂരി കഴിച്ചിട്ട് ആർക്കെങ്കിലും സുഖമില്ലാതെ ആയാൽ അള്ളാവും നമുക്ക് ഒരിക്കലും മാപ്പ് തരില്ല മോനെ. അങ്ങനെയൊന്നും നടക്കില്ല വാപ്പ. എല്ലാ ഹോട്ടലുകാരും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട്സിന്റെ ഹോട്ടലിലൊക്കെ ഇതാണ് ചെയ്യുന്നത്. ഇതുവരെ ആർക്കും അസുഖം വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. നിന്നെ ഉപദേശിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുശേഷം നിന്റെ ഇഷ്ടം. ഇന്നു മുതൽ ഈ ഹോട്ടൽ നിന്റേതാണ്. ഇനി നീയാണ് മുതലാളി. നല്ലതോ ചീത്തയോ അതെല്ലാം നിന്റെ കയ്യിലാണ് ഉള്ളത്. എന്നാൽ ഞാൻ പോവാ. സുൽത്താൻ മിയ അവിടെ നിന്ന് പോയി. അവരുടെ സംഭാഷണം മുഴുവനും അബ്ദുൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളും വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി. രാത്രി അബ്ദുൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഹോട്ടലിൽ ഇനി ഞാൻ ജോലി ചെയ്യാൻ പോകുന്നില്ല. ഇത് പാപമാണ്. പക്ഷെ ആ അഫ്സൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്. സുൽത്താൻ ഹോട്ടലിലെ പാചകക്കാരന്റെ ജോലി ഉപേക്ഷിക്കണമെന്ന് അബ്ദുൾ തീരുമാനിച്ചു. അടുത്ത ദിവസം അയാൾ ഹോട്ടലിലേക്ക് ചെന്നു. നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ഇനി ഇവിടെ ജോലി ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ ജോലി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ പോയാൽ ഈ ഹോട്ടൽ അടച്ചിടുമെന്നോ? അത് നടക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരു ഹോട്ടലിലും ജോലി കിട്ടില്ല. അത് ഉറപ്പാ അബ്ദുള്ളക്ക. അങ്ങനെ ആയിക്കോട്ടെ, ജോലി ഇല്ലെങ്കിലും സാരമില്ല. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് സമ്പാദിക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ പറഞ്ഞ് അബ്ദുൾ അവിടെ നിന്ന് പോയി. അയാൾ പല ഹോട്ടലുകളിലും ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അയാൾക്ക് എവിടെയും ജോലി കിട്ടിയില്ല. ഒരു ദിവസം മനസ്സ് തകർന്ന് അയാൾ സുഹൃത്തായ മുസ്തഫയുടെ സൈക്കിൾ ഷോപ്പിൽ ചെന്നിരുന്നു. എന്തു പറ്റി നിനക്ക്? ഇന്നും നിനക്ക് ജോലി കിട്ടിയില്ലേ? ഇല്ല സുഹൃത്തെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. തന്തൂരി ഉണ്ടാക്കുന്ന ജോലി അല്ലാതെ വേറെ ഒരു ജോലി അറിയില്ല. വേറെ ജോലി ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഞാനൊരു കാര്യം പറയാം. നിനക്ക് സ്വന്തമായിട്ട് ഒരു തന്തൂരി കൗണ്ടർ ഓപ്പൺ ചെയ്താൽ എന്താ? എന്റെ അടുത്ത് അത്രയ്ക്കൊന്നും പണമില്ല. തന്തൂരിക്ക് വില അധികമാ. അത് മാത്രമല്ല, ഹോട്ടലും വേണ്ടേ? പിന്നെ അതിന് വാടക. അതിനല്ല ഞാൻ എവിടെ പോകും? നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മറുപടിയേ ഉള്ളൂ. നീ കുറച്ച് വെയിറ്റ് ചെയ്യ്. മുസ്തഫ 2 പഴയ ചക്രങ്ങൾ കൊണ്ടുവന്നു. അവയെ ഒരു കമ്പി കൊണ്ട് കൂട്ടിയിണക്കി. ഇതാ റെഡി ആയിട്ടുണ്ട്. എന്താ അത്? പറഞ്ഞു തരാം. മുസ്തഫയുടെ പക്കൽ ഒരു നല്ല വണ്ടി റെഡിയായി. അയാൾ വീലുകൾക്ക് മേലെ ഒരു പലക ഘടിപ്പിച്ചു. എന്നിട്ട് ആ തന്തൂർ ഉന്തുവണ്ടിയിൽ വെച്ചു. ഇപ്പോൾ ഇതിന്റെ അടിയിൽ കൽക്കരി വെച്ച് കത്തിക്ക്. എന്നിട്ട് ഇതിന്റെ മുകളിൽ തന്തൂരി ഉണ്ടാക്കാം. ആ, വളരെ നന്നായിട്ടുണ്ടല്ലോ. ഈ ഐഡിയ എങ്ങനെ കിട്ടി? നിന്നെ സഹായിക്കണം എന്ന് വിചാരിച്ചപ്പോ ഒരു ഐഡിയ താനേ കിട്ടി. വളരെ നന്ദി സുഹൃത്തെ. അടുത്ത ദിവസം മുതൽ മുസ്തഫ ഉന്തുവണ്ടിയിൽ തന്തൂരി വിൽക്കാൻ ആരംഭിച്ചു. മുസ്തഫ തന്തൂരി ഉണ്ടാക്കുന്നതിൽ സമർത്ഥനായിരുന്നു. ഹോട്ടൽ ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്തൂരിയുടെ വില വളരെ കുറച്ചു. മുസ്തഫയുടെ ഉന്തുവണ്ടിയിൽ നടത്തിക്കൊണ്ടിരുന്ന തന്തൂരി കടയിൽ എപ്പോഴും ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നു. എന്നാൽ സുൽത്താൻ ഹോട്ടൽ ഫുഡ് ഓഫീസർ അടച്ചു. കൂടാതെ ചത്തുപോയ കോഴികളെ പാചകം ചെയ്ത കാരണത്താൽ ഹോട്ടൽ സീൽ വെച്ചു. അഫ്സലിനെ ജയിലിൽ അടച്ചു. ഇതായിരിക്കും ദൈവത്തിന്റെ നിയമം. നന്മ ചെയ്താൽ നല്ലത് നടക്കും, തിന്മ ചെയ്താൽ തിന്മ നടക്കും. സത്യത്തിനെന്നും 16 വയസ്സാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അബ്ദുൾ ഒരു നല്ല പാചകക്കാരനായിരുന്നു. അയാൾക്ക് സുൽത്താൻ മിയയുടെ ഹോട്ടലിൽ തന്തൂരി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. എനിക്കൊരു തന്തൂരി പാർസലാക്കൂ. ഇപ്പൊ തരാം. അബ്ദുള്ളക്ക, നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന തന്തൂരി സൂപ്പറാണ്. ഞാൻ പല ഹോട്ടലുകളിലും തന്തൂരി കഴിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈപുണ്യം വേറെ ആർക്കും ഞാൻ കണ്ടിട്ടേ ഇല്ല. നന്ദി. എന്റെ തന്തൂരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എനിക്കത് കേട്ടാൽ മതി. അബ്ദുൾ വർഷങ്ങളായി ആ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങളില്ലാതെ എല്ലാം നടന്നുകൊണ്ടിരുന്നു.
പിന്നീട് ഒരു ദിവസം സുൽത്താൻ മിയയുടെ മകൻ അഫ്സൽ ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുത്തു. സാർ, നിങ്ങളുടെ ഹോട്ടലിലെ തന്തൂരി സൂപ്പറാണ്. ആ ആ എനിക്കറിയാം, പല കസ്റ്റമേഴ്സും അബ്ദുള്ളയുടെ തന്തൂരിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അബ്ദുൾ സന്തോഷിച്ചു. അഫ്സലിന്റെ മനസ്സിലുണ്ടായിരുന്ന കണക്കുകൂട്ടലുകളെ കുറിച്ച് അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തന്തൂരി കൗണ്ടർ വലുതാക്കണമെന്ന് അഫ്സൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെയും ചില പാചകക്കാരെ അവിടെ നിയമിക്കണം എന്നും. അബ്ദുള്ളക്ക, നിങ്ങൾ വേറെയും 1-2 പേർക്ക് നിങ്ങളെപ്പോലെ തന്തൂരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ, ഞാൻ തന്തൂരി കൗണ്ടർ വലുതാക്കാൻ പോവുകയാണ്. അപ്പോഴേ എനിക്ക് നിറയെ ഓർഡർ വരികയുള്ളൂ. തീർച്ചയായും ഞാൻ എല്ലാ പാചകക്കാരനും പറഞ്ഞു കൊടുക്കാം. അത് കേട്ട് അഫ്സൽ സന്തോഷിച്ചു. കുറച്ചു ദിവസത്തിനു ശേഷം തന്തൂരി കൗണ്ടർ വലുതായി. വേറെയും 2 പാചകക്കാരെ കൗണ്ടറിൽ നിയമിച്ചു, അൽത്താഫും അർബാസും. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം. എന്നെപ്പോലെ നന്നായി തന്തൂരി ഉണ്ടാക്കിയാൽ കസ്റ്റമേഴ്സ് നിങ്ങളെയും അഭിനന്ദിക്കും. അബ്ദുൾ 2 പേർക്കും തന്തൂരി രുചിയായിട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. ചില ദിവസങ്ങൾക്കകം അവർ 2 പേരും തന്തൂരി നന്നായിട്ടുണ്ടാക്കാൻ പഠിച്ചു. എനിക്ക് വിശ്വാസമുണ്ട്, പകലിൽ ഈ ഹോട്ടലിൽ 2 മടങ്ങും രാത്രിയിൽ 4 മടങ്ങും ബിസിനസ് നടത്തും. നിങ്ങളുടെ വാക്ക് ബലിക്കട്ടെ അബ്ദുള്ളക്ക. അബ്ദുൾ നല്ല മനസ്സോടെ പുതിയ 2 പേർക്കും തന്തൂരി ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അഫ്സൽ വളരെ തന്ത്രശാലിയായിരുന്നു. അവന്റെ മനസ്സിൽ പണം ഉണ്ടാക്കണമെന്ന വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ ഒരു പുതിയ പോൾട്രിക്കാരനുമായി കച്ചവടം സംസാരിച്ചു. ആ പോൾട്രിക്കാരൻ ചത്തുപോയ കോഴികളെ കുറഞ്ഞ വിലയ്ക്ക് അഫ്സലിന് വിറ്റുകൊണ്ടിരുന്നു. അങ്ങനെ അഫ്സലിന്റെ വ്യാപാരം വർദ്ധിച്ചു. തന്തൂരി കൗണ്ടർ വലുതായതുകൊണ്ട് കസ്റ്റമേഴ്സും കൂടുതൽ വരാൻ തുടങ്ങി. എല്ലാം നന്നായി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അബ്ദുൾ പകലും രാത്രിയും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹോട്ടലിന്റെ ഉടമ സുൽത്താൻ അവിടേക്ക് വന്നു. മോനെ അഫ്സലെ, ഹോട്ടൽ എങ്ങനെ നടക്കുന്നു? നന്നായി നടക്കുന്നുണ്ട്. അതുപോട്ടെ, നീ കോഴി വാങ്ങുന്ന സ്ഥലം മാറ്റി എന്നാണല്ലോ കേട്ടത്. അതെ വാപ്പ, ഈ പുതിയ കോഴിക്കടക്കാരൻ കുറഞ്ഞ വിലയിൽ കോഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെയോ? അതെങ്ങനെ? കാരണം അതെല്ലാം ചത്തുപോയ കോഴികളാണ് വാപ്പ. എന്റെ അള്ളാ, നീ എന്തിനാ ഈ അന്യായം ചെയ്യുന്നത്? ഇത് പാവമാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കൊടുക്കുന്ന തന്തൂരി കഴിച്ചിട്ട് ആർക്കെങ്കിലും സുഖമില്ലാതെ ആയാൽ അള്ളാവും നമുക്ക് ഒരിക്കലും മാപ്പ് തരില്ല മോനെ. അങ്ങനെയൊന്നും നടക്കില്ല വാപ്പ. എല്ലാ ഹോട്ടലുകാരും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട്സിന്റെ ഹോട്ടലിലൊക്കെ ഇതാണ് ചെയ്യുന്നത്. ഇതുവരെ ആർക്കും അസുഖം വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. നിന്നെ ഉപദേശിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുശേഷം നിന്റെ ഇഷ്ടം. ഇന്നു മുതൽ ഈ ഹോട്ടൽ നിന്റേതാണ്. ഇനി നീയാണ് മുതലാളി. നല്ലതോ ചീത്തയോ അതെല്ലാം നിന്റെ കയ്യിലാണ് ഉള്ളത്. എന്നാൽ ഞാൻ പോവാ. സുൽത്താൻ മിയ അവിടെ നിന്ന് പോയി. അവരുടെ സംഭാഷണം മുഴുവനും അബ്ദുൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളും വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി. രാത്രി അബ്ദുൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഹോട്ടലിൽ ഇനി ഞാൻ ജോലി ചെയ്യാൻ പോകുന്നില്ല. ഇത് പാപമാണ്. പക്ഷെ ആ അഫ്സൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്. സുൽത്താൻ ഹോട്ടലിലെ പാചകക്കാരന്റെ ജോലി ഉപേക്ഷിക്കണമെന്ന് അബ്ദുൾ തീരുമാനിച്ചു. അടുത്ത ദിവസം അയാൾ ഹോട്ടലിലേക്ക് ചെന്നു. നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ഇനി ഇവിടെ ജോലി ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ ജോലി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ പോയാൽ ഈ ഹോട്ടൽ അടച്ചിടുമെന്നോ? അത് നടക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരു ഹോട്ടലിലും ജോലി കിട്ടില്ല. അത് ഉറപ്പാ അബ്ദുള്ളക്ക. അങ്ങനെ ആയിക്കോട്ടെ, ജോലി ഇല്ലെങ്കിലും സാരമില്ല. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് സമ്പാദിക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ പറഞ്ഞ് അബ്ദുൾ അവിടെ നിന്ന് പോയി. അയാൾ പല ഹോട്ടലുകളിലും ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അയാൾക്ക് എവിടെയും ജോലി കിട്ടിയില്ല. ഒരു ദിവസം മനസ്സ് തകർന്ന് അയാൾ സുഹൃത്തായ മുസ്തഫയുടെ സൈക്കിൾ ഷോപ്പിൽ ചെന്നിരുന്നു. എന്തു പറ്റി നിനക്ക്? ഇന്നും നിനക്ക് ജോലി കിട്ടിയില്ലേ? ഇല്ല സുഹൃത്തെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. തന്തൂരി ഉണ്ടാക്കുന്ന ജോലി അല്ലാതെ വേറെ ഒരു ജോലി അറിയില്ല. വേറെ ജോലി ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഞാനൊരു കാര്യം പറയാം. നിനക്ക് സ്വന്തമായിട്ട് ഒരു തന്തൂരി കൗണ്ടർ ഓപ്പൺ ചെയ്താൽ എന്താ? എന്റെ അടുത്ത് അത്രയ്ക്കൊന്നും പണമില്ല. തന്തൂരിക്ക് വില അധികമാ. അത് മാത്രമല്ല, ഹോട്ടലും വേണ്ടേ? പിന്നെ അതിന് വാടക. അതിനല്ല ഞാൻ എവിടെ പോകും? നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മറുപടിയേ ഉള്ളൂ. നീ കുറച്ച് വെയിറ്റ് ചെയ്യ്. മുസ്തഫ 2 പഴയ ചക്രങ്ങൾ കൊണ്ടുവന്നു. അവയെ ഒരു കമ്പി കൊണ്ട് കൂട്ടിയിണക്കി. ഇതാ റെഡി ആയിട്ടുണ്ട്. എന്താ അത്? പറഞ്ഞു തരാം. മുസ്തഫയുടെ പക്കൽ ഒരു നല്ല വണ്ടി റെഡിയായി. അയാൾ വീലുകൾക്ക് മേലെ ഒരു പലക ഘടിപ്പിച്ചു. എന്നിട്ട് ആ തന്തൂർ ഉന്തുവണ്ടിയിൽ വെച്ചു. ഇപ്പോൾ ഇതിന്റെ അടിയിൽ കൽക്കരി വെച്ച് കത്തിക്ക്.
എന്നിട്ട് ഇതിന്റെ മുകളിൽ തന്തൂരി ഉണ്ടാക്കാം. ആ, വളരെ നന്നായിട്ടുണ്ടല്ലോ. ഈ ഐഡിയ എങ്ങനെ കിട്ടി? നിന്നെ സഹായിക്കണം എന്ന് വിചാരിച്ചപ്പോ ഒരു ഐഡിയ താനേ കിട്ടി. വളരെ നന്ദി സുഹൃത്തെ. അടുത്ത ദിവസം മുതൽ മുസ്തഫ ഉന്തുവണ്ടിയിൽ തന്തൂരി വിൽക്കാൻ ആരംഭിച്ചു. മുസ്തഫ തന്തൂരി ഉണ്ടാക്കുന്നതിൽ സമർത്ഥനായിരുന്നു. ഹോട്ടൽ ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്തൂരിയുടെ വില വളരെ കുറച്ചു. മുസ്തഫയുടെ ഉന്തുവണ്ടിയിൽ നടത്തിക്കൊണ്ടിരുന്ന തന്തൂരി കടയിൽ എപ്പോഴും ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നു. എന്നാൽ സുൽത്താൻ ഹോട്ടൽ ഫുഡ് ഓഫീസർ അടച്ചു. കൂടാതെ ചത്തുപോയ കോഴികളെ പാചകം ചെയ്ത കാരണത്താൽ ഹോട്ടൽ സീൽ വെച്ചു. അഫ്സലിനെ ജയിലിൽ അടച്ചു. ഇതായിരിക്കും ദൈവത്തിന്റെ നിയമം. നന്മ ചെയ്താൽ നല്ലത് നടക്കും, തിന്മ ചെയ്താൽ തിന്മ നടക്കും. സത്യത്തിനെന്നും 16 വയസ്സാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ദീൻ ദയാൽ ഉത്തർപ്രദേശിന്റെ ബദായൂം ജില്ലയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു. അവന്റെ അടുത്ത് 30 ഏക്കർ ഫാം ഉണ്ടായിരുന്നു. അതിൽ ഗോതമ്പ്, അരി, ചോളം പിന്നെ കുറെ തരം പച്ചക്കറികളും വളരുന്നുണ്ടായിരുന്നു. അവന്റെ വീട്ടിൽ അവന്റെ ഭാര്യ, 2 പിള്ളേര്, ഒരു വയസ്സായ അച്ഛനും ഉണ്ടായിരുന്നു. കുട്ടികളെ, മരുമോൾ എവിടെയാ? ഹരിദാസിന്റെ വീട്ടിൽ നിന്ന് ബഹദിപ്പൂരിലുള്ള ഹനുമാൻജിയുടെ പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട്. വാ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചത് കഴിക്ക്. അപ്പൂപ്പ, എനിക്ക് ഞാൻ കഴിച്ചോളാം. എൻ്റെ ഹനുമാൻജി, എൻ്റെ ക്ലാസ്സിലെ മോണിറ്ററായ ഋഷിക പരീക്ഷയ്ക്ക് തോറ്റു പോവണേ. അവക്കല്ലെങ്കിൽ ഇത്തിരി കൂടുതലായി ഇപ്പോൾ. അവൾ എല്ലാ പിള്ളേരോടും മിണ്ടാതിരിക്കാൻ എപ്പോഴും പറയും. അല്ലയോ ഹനുമാൻജി, ഇംഗ്ലീഷ് ടീച്ചറായ നിധി മാഡത്തിന്റെ സ്കൂളിലെ ജോലി പോകണം. ടീച്ചർ ദിവസവും ഹോംവർക്ക് തരുവാ. എനിക്ക് വീഡിയോ ഗെയിം കളിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. നേഹ, രാഹുൽ, ഇതുപോലെ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന പ്രാർത്ഥനകൾ ചെയ്യാൻ പാടില്ല. ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലത് വരാനും മറ്റുള്ളവർക്ക് നല്ലത് വരാനേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയല്ല. അതേ കുട്ടികളെ, മരുമോള് പറഞ്ഞത് വളരെ ശരിയാ. എനിക്ക് നിങ്ങളെ പോലെ വിദ്യാഭ്യാസമില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പരീക്ഷയിൽ ജയിക്കാനും നല്ല ജോലി കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കുക. അച്ഛാ, ഈ കെട്ടിൽ എന്താ കൊണ്ടുവന്നിരിക്കുന്നേ? വല്ല നിധിയും വല്ലതും ആണോ? അതിലെന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല മക്കളെ. ഞാൻ റോഡിലൂടെ നടക്കുമ്പോ അതുവഴി പോയിരുന്ന ഒരാളുടെ വണ്ടിയിൽ നിന്ന് വീണതായിരുന്നു. എല്ലാവർക്കും ആഗ്രഹമായിരുന്നു എന്താണ് ആ കെട്ടിന്റെ അകത്തുള്ളത് എന്നറിയാൻ. ആ കെട്ട് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഒരുപാട് മൂഫലി ഉണ്ടായിരുന്നു. അല്ല, ഇതില് നിറച്ച് കടലയാണല്ലോ. ആ, കഴിക്കാൻ കടലയെങ്കിലും കിട്ടിയല്ലോ. നമ്മുടെ ഗ്രാമത്തിലാണെങ്കിൽ കടല കിട്ടാനേ ഇല്ല. ദീൻ ദയാലിന്റെ ഭാര്യ സദ്ഗുണമുള്ള ഒരു സ്ത്രീയായിരുന്നു. ദീൻ ദയാലോട് അവള് പറഞ്ഞു, ഈ മൂൺഫിലി ഒന്നും നമ്മുടേതല്ല. അതുകൊണ്ട് തന്നെ ഇത് വിൽക്കണം. അതിന്റെ കാശ് നമ്മൾ ദാനം ചെയ്യും. മരുമോള് പറഞ്ഞ ശരിയാ. എങ്കിലും ഒരു ദിവസം കൂടെ നമ്മൾ കാത്തിരിക്കണം. ഇതിന്റെ ഉടമസ്ഥൻ ഈ കടല വാങ്ങാനായി നമ്മളെ തിരക്കി ഈ ഗ്രാമത്തിൽ വരുമെന്ന് നമുക്ക് നോക്കാമല്ലോ. ദീൻ ദയാലിന്റെ അനിയൻ സുരേഷ് നഗരത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവനും 30 ഏക്കർ സ്ഥലവും കിട്ടിയിരുന്നു. പക്ഷെ അവൻ ആ സ്ഥലം വിറ്റ് നഗരത്തിൽ ഒരു പ്ലോട്ട് വാങ്ങി വീട് വെച്ചു. നഗരത്തിൽ വന്ന് സുരേഷിന് അത്ര സുഖമൊന്നും തോന്നിയില്ല. അവന്റെ ഭാര്യ രേഖയ്ക്ക് ഇവൻ എങ്ങനെയെങ്കിലും കുറെ കാശ് കൊണ്ടുവന്ന് അവളുടെ തലയ്ക്ക് മീതെ ഇടണമെന്നായിരുന്നു. അതെ, പുറകിലുള്ള ഓംകാർജിയുടെ വീട്ടിൽ പുതിയ AC വന്നു. ഇവിടെയാണെങ്കിൽ ഒരു ACയുമില്ല. എന്ത് ചൂടാണ്! ഈ ചൂട് കാരണം എന്റെ മുടി മുഴുവൻ പൊഴിഞ്ഞു പോവുകയാണ്. ഇങ്ങനെ ഒരു ജീവിതമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും കല്യാണമേ കഴിക്കില്ലായിരുന്നു. പെട്രോളും റേഷനും വാങ്ങണ്ടേ? പിന്നെ ഇൻഷുറൻസിന്റെ തുക, ഇതെല്ലാം കൂടെ കഴിഞ്ഞാൽ എവിടാ കാശ്? പിന്നെ AC എങ്ങനെ വാങ്ങും? നിന്റെ വില കൂടിയ വസ്ത്രങ്ങൾക്കും ബ്യൂട്ടി പ്രോഡക്റ്റിനും നിനക്ക് കാശ് വേണ്ടേ? അയൽപക്കക്കാരുടെയൊക്കെ വീട്ടിലെ പലവ്യഞ്ജനമൊക്കെ നാട്ടിൽ നിന്നാണ് വരുന്നത്. നമ്മൾ മാത്രമേ ഉള്ളൂ ഈ കടയിൽ നിന്ന് വാങ്ങുന്നത്. നിങ്ങളുടെ ചേട്ടന് നാട്ടിൽ ഒരു ചെലവും ഇല്ലല്ലോ. നിങ്ങൾ കുറച്ച് സ്ഥലം എന്തുകൊണ്ടാ ചേട്ടനോട് ചോദിക്കാത്തത്? പുള്ളിക്കാണെങ്കിൽ എന്തെങ്കിലും കൂലിവേല ചെയ്ത് ജീവിക്കാമല്ലോ. എനിക്ക് അവകാശപ്പെട്ട ഭൂമി നേരത്തെ തന്നതാ. ഇനിയും എങ്ങനെയാ സഹായം ചോദിക്കുന്നേ? ഇത്ര സത്യസന്ധനായിട്ട് ജീവിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിലേ ഈ നാട്ടിലൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. കുറച്ചൊക്കെ കള്ളത്തരവും വെട്ടിപ്പും ഒക്കെ കാണിച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ഈ ഞായറാഴ്ച നാട്ടിൽ പോയിട്ടേ കുറച്ച് അരിയും ഗോതമ്പും ഒക്കെ കൊണ്ടുപോവാ. ഞായറാഴ്ച ആയപ്പോൾ ദീൻ ദയാലിന്റെ വീട്ടിൽ അവൻ എത്തി. ചിറ്റപ്പ, നമസ്കാരം. നമസ്കാരം മക്കളെ, നമസ്കാരം. ചേട്ടൻ എവിടെ ചേച്ചി? അദ്ദേഹം അച്ഛനെയും കൊണ്ട് കണ്ണാശുപത്രിയിൽ പോയേക്കുവാ. രാത്രിയിൽ അച്ഛന് ഒന്നും കാണാൻ പറ്റുന്നില്ല.
ചേട്ടനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. 20 കിൻഡൽ ഗോതമ്പും പിന്നെ ഒരു 20 കിൻഡൽ നെല്ലും വേണം. ഇല്ല, ഇപ്രാവശ്യം കിട്ടത്തില്ല. കഴിഞ്ഞ വിളവിനെടുത്ത സാധനങ്ങളൊക്കെ അങ്ങ് വിൽക്കുകയും ചെയ്തു. മഴയൊക്കെ അല്ലായിരുന്നോ, ഒന്നുമേ കിട്ടിയില്ല. ആ പിന്നെ കടയിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിനക്ക് മേടിക്കാൻ പറ്റും. ഞാൻ വാങ്ങാൻ വന്നതല്ല, വാങ്ങാൻ പണമില്ലാത്തതുകൊണ്ട് തരുമോന്ന് ചോദിക്കാൻ വന്നതാ. ഇതെന്താണ് നീ പറയുന്നത്? നിനക്ക് നഗരത്തിൽ നല്ല ജോലിയില്ലേ? പിന്നെ നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ 2 പിള്ളേരുണ്ട്, അച്ഛനുണ്ട്. അച്ഛൻ്റെ മരുന്നിന് തന്നെ നല്ല ചെലവാണ്. നിനക്ക് എല്ലാം കൂടെ തന്നാൽ പിന്നെ ഞങ്ങൾ എങ്ങനെയാ തിന്നുക? ഞങ്ങൾക്ക് ആകെയുള്ള ഇതാണ്. ചേച്ചിയോട് ഇങ്ങനെ ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. ചേട്ടൻ വരട്ടെ, ഞാൻ ചേട്ടനോട് ചോദിക്കാം. ഇവിടെ ഭക്ഷണമുണ്ടോ, ഇല്ലെങ്കിൽ അതും തീർന്നെന്നാണോ? ഇങ്ങനെ എന്തിനാണ് പറയുന്നത് സുരേഷ്? നീ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമല്ലേ. ഇവിടെ എന്താണോ ഞാൻ ഉണ്ടാക്കുന്നത് അത് തന്നെ ഞാൻ നിനക്കും തരും. എത്ര ദിവസം വേണമെങ്കിലും നിന്നു. ദീൻദയാലിന്റെ വീട്ടിൽ വന്ന് സുരേഷ് അവനോട് സംസാരിച്ചു. ദീൻദയാലും അവനോട് പറഞ്ഞത് ഗീത പറഞ്ഞതൊക്കെ തന്നെയായിരുന്നു. നിങ്ങൾ എന്നെ സഹായിക്കുമെന്ന് ഞാൻ കരുതിയത് വെറുതെയാണ്. ഞാൻ പോകുന്നു. ഇനി ഒരിക്കലും ഞാൻ ഇവിടേക്ക് വരില്ല. നീ ഞങ്ങളോട് പിണങ്ങല്ലേ സുരേഷ്? ഞങ്ങളുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. അടുത്ത മാസം ഞങ്ങൾ വൈഷ്ണോദേവിനെ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. നീയും രേഖയും വരുന്നുണ്ടെങ്കിൽ ഫോൺ വിളിച്ച് പറയണം. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയാൽ നല്ലതാണ്. ഇല്ല, ഇനി ഈ കുടുംബമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. സുരേഷ് പിണങ്ങി വീട്ടിൽ വന്ന് രേഖയോടെല്ലാം പറഞ്ഞു. അവര് മലയുടെ വശത്തോട്ടല്ലേ പോകുന്നത്. ഇത് നമുക്ക് നല്ലൊരു അവസരമാണ്. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഓ, കൂടുതലൊന്നും നിങ്ങൾ ചിന്തിക്കാൻ നോക്കണ്ട. ജീവിതമൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ. നീ അങ്ങ് പോങ്ങോട്ട്. ചേച്ചി, ഇന്നലെ ഞാൻ ചേച്ചിയോട് എന്തൊക്കെയോ ദേഷ്യപ്പെട്ട് പറഞ്ഞു. ഞങ്ങൾക്ക് ബന്ധുക്കളായിട്ട് നിങ്ങളല്ലാതെ ആരാ ഉള്ളത്? എന്നോട് ക്ഷമിക്കൂ. അത് കുഴപ്പമില്ല സുരേഷ്. ചെറിയൊരു തെറ്റ് പറയും, അത് നേരെയാക്കി കൊടുക്കേണ്ടത് വലിയവരുടെ കടമയല്ലേ. ചേച്ചി, നിങ്ങള് എപ്പോഴാ യാത്ര പോകുന്നെന്ന് പറഞ്ഞേ? ഞങ്ങൾ 17-ാം തീയതി മോട്ടോർ സൈക്കിളിലായിരിക്കും പോകുന്നത്. അച്ഛനും മക്കളും ഇവിടെ തന്നെ ഉണ്ടാവും. മക്കൾക്ക് പരീക്ഷ തുടങ്ങുമല്ലേ. ശരി, നിങ്ങൾ തിരിച്ചു വരുമ്പോ ഒന്ന് അറിയിക്കണം. എനിക്ക് പ്രസാദം വാങ്ങാൻ വരാനാ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വൈഷ്ണോദേവി തൊഴാൻ ദീൻദയാലും ഗീതയും മോട്ടോർ സൈക്കിളിൽ പോയി. ഒരു മലയിലെത്തിയപ്പോൾ ഒരു ജീപ്പ് അവരെ പിന്തുടരാൻ തുടങ്ങി. ജീപ്പ് അവരുടെ വണ്ടിയിൽ മുട്ടിയതും ദീൻദയാലിന്റെ വണ്ടി നേരെ ഒരു കൊക്കയിൽ വീണു. അടുത്ത ദിവസം സുരേഷ് ദീൻദയാലിന്റെ വീട്ടിലെത്തി. ചിറ്റപ്പ, അച്ഛനും അമ്മയും വീട്ടിലില്ല. വൈഷ്ണോദേവിയെ തൊഴാൻ പോയേക്കുവാ. ചിറ്റപ്പൻ എന്തിനാ വന്നേ? ഞാനിപ്പോ വന്നത് ഒരു കാര്യം പറയാനാ. നിങ്ങളുടെ അച്ഛനും അമ്മയും ഇനി വരില്ല ഇങ്ങോട്ട്. എന്താ സുരേഷേ, ഇങ്ങനൊക്കെയാണോ കുട്ടികളോട് നീ പറയുന്നേ? അല്ല, ഇന്ന് പത്രത്തിലുണ്ടായിരുന്നു ഒരു ജീപ്പും മോട്ടോർ സൈക്കിളും തമ്മിൽ കൂട്ടിയിടിച്ചു. അതില് ബൈക്ക് പെട്ടെന്ന് കൊക്കയിലേക്ക് വീണെന്ന്. പിന്നെ മറ്റൊരു കാര്യം കൂടെയുണ്ട്, ചേട്ടനെ ഫോൺ വിളിച്ചിട്ട് കിട്ടാനില്ല. കുറെ ദിവസം രാംദാസ് ദീൻദയാലിനെയും ഗീതേനെയും കാത്തിരുന്നു. പക്ഷെ അവര് തിരിച്ചു വന്നില്ല. ഇനിയും കാത്തിരിക്കുന്നത് വെറുതെയാണ് അച്ഛാ. ഇനിയിപ്പോ കൃഷിയൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. പിന്നെ കുട്ടികളുടെ കാര്യവും നടക്കണ്ടേ? അതെ അതെ, ശരിയാ മോനെ, നീ തന്നെ നോക്ക്. ഒരു ദിവസം രാത്രി സുരേഷ് അച്ഛന് ചുമയുടെ മരുന്നെന്ന് പറഞ്ഞ് മയക്കാനുള്ള മരുന്ന് കൊടുത്തു. രാംദാസ് മയങ്ങിപ്പോയപ്പോൾ സുരേഷ് ഈ ഭൂമിയുടെ പത്രത്തിൽ രാംദാസിന്റെ കൈയൊപ്പ് ഇട്ടു. അവന്റെ ഈ കൂർമ്മ ബുദ്ധി കൊണ്ട് അവൻ ആ ഭൂമി അവന്റെ പേരിലാക്കി. എന്നിട്ടവൻ തിരിച്ചു പോവുകയും ചെയ്തു. ഒരു ദിവസം നേഹയും രാഹുലും അവരുടെ പറമ്പിൽ കളിക്കാൻ പോയി. ഒരു വ്യക്തി അവരെ അവിടെ നിന്ന് ഓടിച്ചു. അല്ല, നിങ്ങളെന്താ ഇവിടെ? പോകൂ. ഈ പറമ്പ് ഞങ്ങളുടെയാ. ആ, നേരത്തെ നിങ്ങളുടെ ആയിരുന്നു. പിന്നെ നിങ്ങളുടെ അച്ഛൻ്റെ അനിയൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി. നേഹയും രാഹുലും വീട്ടിൽ ചെന്ന് രാംദാസിനോട് എല്ലാം പറഞ്ഞു. രാംദാസ് നാട്ടിലുള്ള ഒരു വ്യക്തിയുടെ ഫോൺ എടുത്ത് സുരേഷിനെ വിളിച്ചു. ഫോൺ എടുത്തത് സുരേഷിന്റെ ഭാര്യ രേഖയായിരുന്നു. അല്ല മോളെ, സുരേഷ് അവിടെ ഇല്ലേ? അവൻ എപ്പോഴാ കൃഷിസ്ഥലം വിറ്റത്? അതെ, ഞങ്ങൾ ആ പറമ്പങ്ങ് വിറ്റു. ഇനി എപ്പോഴും വിളിച്ച് ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. കുറച്ചു നാൾ കഴിയുമ്പോൾ പിള്ളേരൊക്കെ വലുതാവൂലേ, അവർക്കുള്ളതൊക്കെ ഉണ്ടാക്കിക്കോളും. പിന്നെ ഞങ്ങള് വീടൊക്കെ മാറി. ഇനി ഇങ്ങോട്ടും വരാൻ നിക്കണ്ട നിങ്ങള്. പാവം വയസ്സനായ രാംദാസ് ചിന്തയിലായി. എങ്ങനെ ഇനി ഈ 2 പിള്ളേരെ വളർത്തി വലുതാക്കുമെന്ന്. എനിക്ക് തോന്നുന്നു
ഞാൻ ഇനി ജോലിക്ക് പോകണമെന്ന്. അല്ലെങ്കിൽ പിന്നെങ്ങനാ മുന്നോട്ട് ഇനി ജീവിക്കുക? വയസ്സന് എന്ത് ജോലി ചെയ്യണമെന്ന് ഒരു എത്തും പിടിയില്ലായിരുന്നു. അവൻ മൂഫലിയുടെ കെട്ടങ്ങെടുത്തു. ഇത് ദീൻദയാലിന് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കിട്ടിയതാണ്. എന്നിട്ട് ഈ മൂഫലി തന്നെ വിൽക്കാനായിട്ട് നഗരത്തിൽ വന്നു. പച്ചക്കടല വേണോ? പച്ചക്കടല വേണോ? നല്ല ആദായ വിലയ്ക്ക് പച്ചക്കടല വേണോ? പച്ചക്കടല. അല്ല ചേട്ടാ, കടലയ്ക്ക് കിലോയ്ക്ക് എത്ര? ഈ പച്ചക്കടലയ്ക്ക് കിലോയ്ക്ക് 100 രൂപ. ആ വ്യക്തിയും മൂഫലി കഴിച്ചു നോക്കി. അവനത് ഒരുപാട് ഇഷ്ടമായി. അവൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ മൂഫലിയും അങ്ങ് വാങ്ങി. എന്നിട്ട് രാംദാസിന് 1000 രൂപ കൊടുക്കുകയും ചെയ്തു. 300 രൂപ മാറ്റിവെച്ചിട്ട് 700 രൂപയ്ക്കുള്ള പച്ചക്കടല വീണ്ടും എടുക്കണം. ഈ രീതിയിൽ വേണം പണം ഉണ്ടാക്കേണ്ടത്. വീട്ടിലേക്ക് തിരിച്ചു വരാൻ രാത്രിയായിരുന്നു. രാംദാസിന് രാത്രിയാണെങ്കിൽ കണ്ണത്ര കാണില്ലായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കമ്പിൽ തട്ടി അവൻ താഴെ വീണു. ഒരു വ്യക്തി വന്ന് രാംദാസിനെ എഴുന്നേൽപ്പിച്ചു. പക്ഷേ പോക്കറ്റിലുണ്ടായിരുന്ന കാശ് മുഴുവൻ അടിച്ചു മാറ്റിയെടുത്തു. പതിയെ പതിയെ സൂക്ഷിച്ചു നടക്കണ്ടേ മുത്തശ്ശ? വളരെ ഉപകാരം മോനെ. രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കാഴ്ചയ്ക്ക് കുറച്ച് കുറവുണ്ട്. അതാ പെട്ടെന്ന് തട്ടി വീണത്. കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ രാംദാസ് പോക്കറ്റിൽ കൈയിട്ടു. അയ്യോ, എന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് എവിടെ പോയി? ഒരു ചായ കുടിക്കാനുള്ള കാശ് പോലും ഇല്ലല്ലോ. അയ്യോ, ഇനി കുട്ടികളെ വിശന്ന് കരയുന്നത് കാണേണ്ടി വരുമല്ലോ. അപ്പോഴവിടെ ഒരു താന്ത്രി വന്നു. എന്തു പറ്റി സഹോദര? കരയുന്നത് എന്തിനാ? രാംദാസ് ആ മനുഷ്യനോടെല്ലാം പറഞ്ഞു. പുള്ളിയുടെ സഞ്ചിയിൽ നിന്നും ഒരു കുഞ്ഞു കെട്ടെടുത്ത് രാംദാസിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൽ കുറച്ച് വിത്തുകളുണ്ട്, ഇതെടുത്തോളൂ. ഇതിൽ നിന്ന് സ്വർണ്ണരൂപത്തിലുള്ള കടലയുണ്ടാകും. പക്ഷേ എനിക്ക് കൃഷി സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ ഗ്രാമത്തിലൊരു നദിയില്ലേ? അതിനോട് ചേർന്ന് കിടക്കുന്ന തരിശുഭൂമി നിങ്ങളുടെ വീട് പണയപ്പെടുത്തി കുറച്ച് വാങ്ങിക്കുക. അവിടെ ഈ വിത്തുകൾ വിതയ്ക്കുക. രാംദാസ് ആ തന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചെയ്തു. 7 ദിവസം കഴിഞ്ഞപ്പോൾ അവന്റെ പറമ്പിൽ സ്വർണ്ണ മൂംഫലി വളർന്നു വന്നു. ഈ മൂംഫലി വിറ്റ് അവൻ പണയത്തിന് വെച്ചിരുന്ന വീടും തിരിച്ചെടുത്തു. മുത്തശ്ശ, നമുക്ക് ഇഷ്ടം പോലെ കാശില്ലേ ഇപ്പോ? നമുക്ക് പട്ടണത്തിൽ പോയൊരു സിനിമ കാണാം. രാംദാസ്, നേഹ, രാഹുൽ നഗരത്തിൽ സിനിമ കാണാൻ വന്നു. സുരേഷും രേഖയും അതേ സിനിമാ ഹാളില് സിനിമ കാണാൻ വന്നു. നിങ്ങളുടെ കയ്യില് ഇത്രയും പൈസയൊക്കെ എവിടെന്നാ നഗരത്തിൽ വന്ന് സിനിമ കാണാനൊക്കെ? ചിറ്റപ്പൻ ഞങ്ങളെ പറ്റിച്ചല്ല ഞങ്ങളുടെ പറമ്പൊക്കെ മേടിച്ചത്. പക്ഷെ ഞങ്ങളുടെ ഇപ്പൊ ഒരു പറമ്പുണ്ട്. അതിൽ ഞങ്ങൾക്ക് സ്വർണ്ണ മൂംഫലി കിട്ടും. ഇപ്പൊ ശരിക്കും പറഞ്ഞാ നിങ്ങളാണ് പാപ്പരായത്. സിനിമ കണ്ട് രാംദാസും നേഹയും രാഹുലും വീട്ടിൽ വന്നപ്പോൾ ദീൻദയാലും ഗീതയും വാതിലിന്റെ അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടു. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാ മക്കളെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾ തിരിച്ചു വരുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. ഞങ്ങൾ കൊക്കയിലേക്ക് വീണു, പക്ഷേ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു. എല്ലാം ഒന്ന് ശരിയായിട്ട് വരാമെന്ന് കരുതി. രാംദാസ് സുരേഷിന്റെ എല്ലാ വൃത്തികെട്ട കാര്യങ്ങളും അവരോട് പറഞ്ഞു. സ്വർണ്ണ മൂംഫലിയുടെ കാര്യവും പറഞ്ഞു. ദൈവം ഒരു കൈകൊണ്ട് എടുത്താൽ തന്നെ എന്താ അടുത്ത കൈകൊണ്ട് തരുകയല്ലേ? സുരേഷിൽ നിന്നും നമുക്ക് ആ പറമ്പ് തിരിച്ചെടുക്കണമെങ്കിൽ ഒരു കാര്യമേ ഉള്ളൂ. ഗീതയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു സുരേഷ് ഈ സ്വർണത്തിന്റെ പറമ്പും കൂടെ തട്ടിയെടുക്കാൻ എന്തായാലും വരുമെന്ന്. കെട്ടിലുണ്ടായിരുന്ന എല്ലാ വിത്തുകളും അവർ കുഴിച്ചിട്ട് അവർക്ക് സ്വർണ്ണ മൂംഫലി കെട്ടി അത് വിറ്റ് ആ പൈസ അവർ ബാങ്കിൽ കൊണ്ട് ഇടുകയും ചെയ്തു. കുറച്ചു ദിവസം കഴിഞ്ഞ് സുരേഷ് നാട്ടിൽ വന്ന് ഗീതയോട് പറഞ്ഞു, ചേച്ചി, എന്നോട് ക്ഷമിക്കുക ചേച്ചി. ഞാൻ എന്റെ സ്ഥലം വിൽക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ സ്വർണ്ണക്കടല കൊണ്ട് കുറെ പണം സമ്പാദിച്ചില്ലേ? സ്വർണ്ണക്കടല ഉണ്ടാവുന്ന കൃഷിസ്ഥലം എനിക്ക് തരൂ. നിങ്ങളുടെ സ്ഥലം 15 ലക്ഷം രൂപയ്ക്കാണ് വിറ്റത്. ഞാനൊരു 15 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം. ശരി. സുരേഷ് 15 ലക്ഷം രൂപ കൊടുത്ത് ആ പറമ്പ് മേടിക്കുകയും ചെയ്തു. അവൻ കരുതിയത് ആ പറമ്പിൽ എന്തോ മാന്ത്രികമുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ആ മാന്ത്രികൻ തന്ന ആ വിത്തുകളിലായിരുന്നു മാന്ത്രികം. സുരേഷ് കുറെ വിത്തുകളെടുത്ത് ആ പറമ്പിൽ കുഴിച്ചിട്ടു. പക്ഷെ അവിടെ ഒന്നും സംഭവിച്ചില്ല. സുരേഷിന് ദേഷ്യം വന്ന് ഗീതയുടെ അടുത്ത് വന്നു. ചേച്ചി, ആ സ്ഥലത്തൊന്നും ഒന്നും കിട്ടിയില്ലല്ലോ. അതിന് ഞങ്ങൾ എന്താണ് വേണ്ടത്? നിന്റെ കർമ്മഫലം കൊണ്ടായിരിക്കും ചിലപ്പോ ദൈവം നിന്റെ കൂടെ നിൽക്കാത്തത്. എന്റെ 15 ലക്ഷം എനിക്ക് വേണം. നീ തന്ന പൈസ ഞങ്ങൾ ചെലവാക്കി കഴിഞ്ഞു. ആ പൈസയുടെ പേരും പറഞ്ഞേ ഞങ്ങളെ ഇനി ശല്യപ്പെടുത്താൻ വരരുത്. ആ പൈസ ഞങ്ങളുടെ തന്നെയല്ലേ. കൂടുതൽ വിളച്ചലെടുത്താലേ ഞാൻ പോലീസിനെ അങ്ങ് വിളിപ്പിക്കും.
ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അന്ന് ഞങ്ങളെ കൊക്കയിൽ തള്ളിയിട്ട ജീപ്പൊക്കെ നിന്റെ തന്നെയാണെന്ന്. പിന്നെ അച്ഛനെ മയക്കി കിടത്തിയിട്ട് ആ പറമ്പ് നീ നിന്റെ പേർക്കാക്കിയെടുത്തില്ലേ? ഇതെല്ലാം കേട്ട് സുരേഷ് പേടിച്ചു വിറച്ച് തിരിച്ച് നാട്ടിലേക്ക് പോയി. പിന്നെ ഇവിടേക്ക് തിരിച്ചു വന്നിട്ടില്ല.